ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാത്ത് ഓഫ് വിസ്ഡം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എം ഫ്രോസ്റ്ററിൻ്റെ ടോളറൻസ് എന്ന എസ്സേൻ്റെ സമ്മറിയാണ്. എം ഫ്രോസ്റ്റർ ബ്രിട്ടീഷ് നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് ലിറ്റററി ക്രിറ്റിക്, ഒരു സാഹിത്യ നിരൂപകനുമായിരുന്നു. ഒരു ലിബറൽ ഹ്യൂമാനിസ്റ്റ് തിങ്കറിൻ്റെ മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് നോവലായിരുന്നു 1924 എഴുതിയ എ പാസേജ് ടു ഇന്ത്യ എന്നുള്ളത്. അതിൽ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യൻ മനസ്സിനെ കുറിച്ചുള്ള ഒരു സെൻസിറ്റീവ് സ്റ്റഡിയാണ് ആ ഒരു നോവലിൽ പരാമർശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മറ്റ് ഫേമസ് നോവൽസാണ് വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്, ദ ലോങ്സ്റ്റ് ജേർണി ആൻഡ് ഹോവേഴ്സ് എൻഡ്. ആദ്യമായി അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുള്ളത് 1912 അദ്ദേഹം 1921-22 കാലഘട്ടത്തിൽ ദേവാസിൻ്റെ മഹാരാജാവിൻ്റെ സെക്രട്ടറിയായി അദ്ദേഹം ജോലി ചെയ്തു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് റൂളിൻ്റെ ഭരണത്തിൻ്റെ അനുഭവങ്ങൾ കാരണം അദ്ദേഹത്തിന് ഇമ്പീരിയലിസത്തിനോട്, അതായത് സാമ്രാജ്യത്തോട് ഒരു ഹേറ്റ്രഡ്, ഒരു ദേഷ്യം വളർന്നുണ്ടായി. ടോളറൻസ് എന്ന എസ്സേയിലൂടെ ഫ്രോസ്റ്റർ പറയുന്നുള്ളത് സിവിലൈസേഷനെ ഒരു നല്ല അടിത്തറയോടുകൂടി, അതായത് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, ഒരു സൗണ്ട് ഫൗണ്ടേഷനോടുകൂടി അതിനെ എന്നാണ്, റീബിൽഡ് ചെയ്യണം എന്നാണ് പറയുന്നുള്ളത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നുള്ളത് ഈ റീബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് ആർക്കിടെക്ചറിനോ അല്ലെങ്കിൽ കോൺട്രാക്ടറിനോ മാത്രമായിരിക്കും എന്നാണ്. പക്ഷേ അവർക്ക് മാത്രമാണ് ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ഈ ചിന്താഗതി തെറ്റാണ് എന്നാണ് ഫ്രോസ്റ്റർ പറയുന്നുള്ളത്. ഇവിടെ ഫ്രോസ്റ്റർ ഒരു ഫേമസ് ബൈബിൾ ടെക്സ്റ്റ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എക്സെപ്റ്റ് ദ ലോർഡ് ബിൽഡ് ദ ഹൗസ്, ദേ ലിബർ ഇൻ വെയിൻ ഹു ബിൽഡ് ഇറ്റ്. ഈ വാക്കുകൾക്ക് പിന്നിൽ ഒരു ശാസ്ത്രീയ സത്യമുണ്ട്. ഓരോ മനുഷ്യരും ഒരു നല്ല മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ നിർമ്മിക്കാനോ കഴിയുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ സാരം. അതായത് ഒരു സൗണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ സൗണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് എന്നുള്ളത്? സ്വയമേ ചിന്തിക്കാനുള്ള ഒരാളുടെ കഴിവിനെയാണ് ഈ സൗണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നുള്ളത്. അടുത്തതായി സൗണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സിവിലൈസേഷൻ അടിസ്ഥാനം കേവലം ഒരു മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഭൗതിക പുരോഗതി മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ശരിയായ മനോഭാവം, ശരിയായ മനഃശാസ്ത്രം, അതായത് റൈറ്റ് സൈക്കോളജി, റൈറ്റ് സ്പിരിറ്റ് എന്നിവ വികസിപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ സിവിലൈസേഷൻ ഒരു നല്ല അടിസ്ഥാനത്തിൽ, ഒരു നല്ല അടിത്തറയിൽ റീബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഫോസ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പോസ്റ്റ് വേൾഡ് വാർ പീരീഡിൽ സൗണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് ആവശ്യമാണെന്ന് പറഞ്ഞു. ഈ സൗണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡ് കിട്ടുന്നുള്ളത് വിർച്യു ഓഫ് ടോളറൻസിലൂടെയാണ്. അതായത് സഹിഷ്ണുത എന്നൊരു ഗുണം ഒരു മനുഷ്യനിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവിടെ സിവിലൈസേഷൻ റീബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. എന്താണ് ടോളറൻസ്? ടോളറൻസ് എന്നാൽ നമ്മിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളുടെ കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവയോട് പൊരുത്തപ്പെടലാണ്. ഇത് ആൾക്കാർക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്, എക്വാളിറ്റി ഓഫ് മൈൻഡ്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഭാഗങ്ങളെയോ വംശങ്ങളെയോ ഒന്നിച്ചാക്കി സിവിലൈസേഷൻ ബിൽഡ് ചെയ്യാനും റീബിൽഡ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇതൊരു നെഗറ്റീവ് ഗുണം ആണ് എന്നും കൂടി നമുക്ക് പറയാം. കാരണം ടോളറൻസ് മീൻസ് ടച്ച് ചെയ്യുകയോ പ്രകോപിപ്പിക്കുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് ടോളറൻസിൻ്റെ മറ്റൊരർത്ഥം വരുന്നുള്ളത്. അടുത്തതായി ലവ് ഈസ് വാട്ട് ഈസ് നീഡഡ് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആൾക്കാർ വിചാരിക്കുന്നുള്ളത് ലവ് കൊണ്ട് മാത്രം ഒരു സൗണ്ട് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാക്കാം എന്നുള്ളതും നാഷണൽ ഇൻ്റർനാഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ലവിന് സാധിക്കുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നുള്ളത്. ഫ്രോസ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ ലവ് എന്നുള്ളത് പ്രൈവറ്റ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ അത് പബ്ലിക് ലൈഫിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് സക്സസ്ഫുൾ. കാരണം ലവ് കൊണ്ട് സിവിലൈസേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ചിരുന്ന ആൾക്കാരായിരുന്നു മിഡിൽ ഏജിലെ ക്രിസ്ത്യൻ സിവിലൈസേഷനും ഫ്രഞ്ച് റവല്യൂഷനും. പക്ഷേ ഇറ്റ് വാസ് അട്ടർലി ഫെയിലിയർ. രാജ്യങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും തമ്മിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം എന്നാണ് അവർ പറയുന്നുണ്ടായിരുന്നത്. ഇറ്റ് വാസ് അൺറിയൽ. അത് നമ്മെ കൂടുതൽ സെൻറ്റിമെൻറ്റിലും ഇമോഷണലിലേക്കും എത്തിക്കുമെന്നാണ് ഫ്രോസ്റ്റർ പറയുന്നുള്ളത്. സോ പബ്ലിക് ലൈഫിൽ ലവ് എന്നുള്ളത് കൊണ്ട് സിവിലൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് സക്സസ്ഫുൾ അല്ല. ആൾക്കാർ ലവിനെ പ്രൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്നുള്ളത് ആൾക്കാർ തമ്മിൽ നല്ലൊരു ഇഷ്ടം ഉണ്ടായാൽ നല്ലൊരു സിവിലൈസേഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതും പറഞ്ഞുകൊണ്ട് ദേ സിറ്റ് ബാക്ക് ആൻഡ് ആ ഒരു സമയത്ത് തർക്കവും ടെൻഷൻസും തുടരുകയും ചെയ്യുന്നുണ്ട്. ലവിൻ്റെ പ്രിൻസിപ്പിൾസ് ഒരിക്കലും നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഓൾസോ ഫ്രോസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്നത് പബ്ലിക് ലൈഫിൽ ലവിനേക്കാളും എത്രയോ ബെറ്ററാണ് ഈ ടോളറൻസ് എന്നുള്ളത്. അടുത്ത കോണ്ടെക്സ്റ്റിൽ ഹി സീസ് ദാറ്റ് ടോളറൻസിനെ പറ്റിയിട്ട് ഒരു പോയറ്റും അതിനെ പ്രൈസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടില്ല. ഇതുവരെ അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു സ്റ്റാച്യു പോലും വന്നിട്ടില്ല. കാരണം ടോളറൻസിൻ്റെ ശക്തി കൊണ്ട് അതിനെക്കുറിച്ച് എഴുതാനോ ഉണ്ടാക്കാനോ ഇതുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അടുത്തതായി പറയുന്നത് ആൾക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും
ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് 2 പരിഹാരം ഉണ്ടെന്നാണ്. ഒന്നാമത്തേത്, നമുക്കിഷ്ടപ്പെടാത്ത ആളുകളെ കൊല്ലുകയോ അവിടെ നാട് കടത്തുകയോ ചെയ്യുക എന്നുള്ള നാസി പരിഹാരമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇഷ്ടമില്ലാത്തവരോട് സഹിഷ്ണുത പുലർത്തുക, അതായത് ടോളറൻസ് ഉണ്ടാക്കുക എന്നുള്ള ജനാധിപത്യ രീതിയാണ് രണ്ടാമത്തേത്. ഇതിൽ മറ്റുള്ളവരെ സഹിക്കുക എന്നുള്ളതാണ് കൂടുതൽ പ്രാക്ടിക്കലും റീസണബിളും ആയി തരിക. ടോളറൻസ് എന്നുള്ളത് ഡിഫറെൻറ്റ് ശീലമുള്ള ആളുകളെയും വ്യത്യസ്ത മനോഭാവമുള്ള ആൾക്കാരെയും സമാധാനപരമായി അവരെ യൂണിറ്റിയായി സഹവസിക്കാൻ പ്രാപ്തരാക്കുന്നുണ്ട്. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, ടോളറൻസ് എന്നുള്ളത് ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള പ്രിൻസിപ്പിളൊന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് എറ്റേർണലി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ പോസ്റ്റ് വേൾഡ് വാർ പീരീഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലവിനേക്കാളും കൂടുതൽ ടോളറൻസ് ആണ്. ഈ ഒരു സംഭവം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബൈബിളിൽ ഒരു ടെക്സ്റ്റ് കോട്ട് ചെയ്യുന്നുണ്ട്. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ദർ ആർ മെനി മാൻഷൻസ്. അദ്ദേഹം പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾസ് ഉണ്ടാവും, പക്ഷേ ടോളറൻസ് പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ അവിടെ ഉണ്ടാവും. പക്ഷേ ടോളറൻസ് എന്നുള്ളത് ലവിനെ പോലെ അത്ര ഡിവൈൻ അല്ല. എന്നിരുന്നാലും കൂടി ടോളറൻസ് ഉള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേകമായ സ്ഥാനം സ്വർഗത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നുള്ളത്. ഹി സേസ് ദാറ്റ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും ഇൻ്റർനാഷണൽ അഫെയേഴ്സ് കൈകാര്യം ചെയ്യാനാണെങ്കിലും ടോളറൻസ് എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. വെൻ വി ഡീൽ വിത്ത് മെൻ വിമൻ ഇൻ ദ സ്ട്രീറ്റ്, ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഓഫീസിലാണെങ്കിലും ഫാക്ടറിയിലാണെങ്കിലും ആണുങ്ങളോടാണെങ്കിലും പെണ്ണുങ്ങളോടാണെങ്കിലും ഈ ഒരു ടോളറൻസ് എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. നേഷൻസിൻ്റെ ഇടയിലും റേസസിൻ്റെ ഇടയിലും പീസ്ഫുള്ളായി ജീവിക്കാൻ വേണ്ടിയിട്ട് ടോളറൻസ് ഏറ്റവും അത്യാവശ്യമാണ്. സിവിലൈസേഷൻ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗണ്ട് ബേസിസ് ഏറ്റവും അടിസ്ഥാനമായ അടിത്തറ തന്നെയാണ് ഈ ടോളറൻസ് എന്നുള്ളത്. ലവിനെ പോലെ ഇൻസ്പയറിംഗ് അല്ല ടോളറൻസ് എന്നുള്ളത്, ബട്ട് ഇറ്റ് ഷുഡ് ബി സ്റ്റഡിലി പ്രാക്ടീസ്ഡ്. ഇൻടോളറൻസ് എന്നുള്ളത് സഹിഷ്ണുത ഇല്ലാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ടെൻഷൻസും കോൺഫ്ലിക്ട്സും വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അത് നല്ല ഒരു കാര്യമല്ല. ആൻഡ് ഓൾസോ ഫ്രോസ്റ്റർ പറയുന്നുണ്ട്, എല്ലാ സിവിലൈസ്ഡ് പേഴ്സൺസും എല്ലാ ആൾക്കാരും ടോളറൻസ് പബ്ലിക് ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും സഹിക്കാനുള്ള ഒരു കഴിവ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവസാനമായി അദ്ദേഹം പറയുന്നുണ്ട്, ടോളറൻസിനെ അടിസ്ഥാനമാക്കി ഒരു ലോകം ഉണ്ടാക്കിയാൽ കൂടി അവിടെ ലവ് കടന്നു വന്നേക്കാം. ആ സമയത്ത് കോൺഫ്ലിക്റ്റും ടെൻഷൻസും ഒന്നും ഉണ്ടാവുകയില്ല. പക്ഷേ ലവ് എന്നുള്ളത് ഇറ്റ് ഇൻസ്പയർ ദ പേഴ്സണൽ റിലേഷൻഷിപ്പ്. പക്ഷേ അത് പബ്ലിക് ലൈഫിലേക്ക് എത്തിയാൽ അവിടെ നേഷൻസ് തമ്മിൽ, ക്ലാസ്സസ് ആൻഡ് റേസസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അത് അതിനെ ബാധിക്കും. എന്നാൽ ആ ലോകം വീണ്ടും തകർന്നു പോകും. ഇറ്റ് വിൽ ബി എ ഫെയിലിയർ. സോ ടോളറൻസ് അവിടെ നിലനിർത്തണം. ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പക്ഷേ ടോളറൻസിനെ കളയാൻ വേണ്ടി പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എസ്സേ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്ലാസ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ. ബൈ.